ഞാനും നാമുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൈജിൻ തന്നെ ആയിരുന്നു ഐക്കോണിക് കമ്പനിയുടെ പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളെ ചതിച്ചത് പോലും അവള് തന്നെയാണ്. ഹൈജിനും ഐക്കോണിക് കമ്പനിയുടെ പാർക്കും കണ്ടുമുട്ടുന്ന പല ദൃശ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പോലും കിമ്മും പറയുന്നു. പാർക്കും വളരെയധികം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് പുതിയ മരുന്നൊക്കെ കണ്ടുപിടിച്ച സമയത്ത് അയാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്നത് ഒരുപാട് കുറഞ്ഞു. അങ്ങനെ ഇരിക്കെ അയാൾക്ക് വർക്കിനോട് പോലും ദേഷ്യമൊക്കെ തോന്നുകയും എംപ്ലോയീസിന് പണം കൊടുക്കുവാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്തു. അപ്പോൾ മുതലാണ് അയാൾ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ക്യൂറിൻ പറയുന്നു. എന്തായാലും ഇതിനൊക്കെ തന്നെ ശേഷം അയാൾക്ക് ഒരുപാട് കടബാധ്യതകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇതുപോലത്തെ ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ അയാൾ കാണിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ക്വാഹി പറയുമ്പോഴത്തേക്കും നീ ഒരിക്കലും പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. നമ്മുടെ കമ്പനീനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ കിമ്മും ജിയോണ് ഉറപ്പ് നൽകുകയാണ്. ജിയോണും എല്ലാവരുടെയും അടുത്ത് നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്യൂഹയും ആകെ കരയുന്നു. അവൾ കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ക്വാഹി അവളെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹഗ്ഗൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കുമായിരുന്നു ഇവർ പ്രണയിക്കുന്ന കാര്യം ആർക്കും അറിയുകയില്ലല്ലോ എന്നൊക്കെ അവരുടെ ഉള്ളിലും തോന്നിയത്. അങ്ങനെ അവരും ലവേഴ്സ് അല്ല എന്ന രീതിക്കൊക്കെ പെരുമാറുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും ഹഗ്ഗൊക്കെ ചെയ്തു കരഞ്ഞു, അതൊന്നും തന്നെ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ ലവേഴ്സ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് എന്ന് മിയയി പറയുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഡേറ്റ് ചെയ്യൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗുഹ വീണ്ടും കരഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്യുകയൊക്കെയാണ്. ഈ ഒരു സമയത്തായിരുന്നു അവിടേക്ക് ബിയോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ബിയോളും ജിയുന്റെ അടുത്ത് ഇന്നും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാണോ താമസിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ ജിയുന്റെ അടുത്തും ചോദിക്കുന്നു. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ ജിയോണും ഉൺഹോയും കൂടി ഒന്നിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ എല്ലാവരും തന്നെ സംശയിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നിച്ചല്ല താമസിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ജിയോണും ഉൺഹോയും പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെ പോകുന്നു. ബിയോളിനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് അവർ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ അവൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ചെന്നിട്ട് ജിയോണുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ടുള്ളതെന്നെല്ലാം തന്നെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ജിയോന്റെ അടുത്തും സംസാരിക്കുന്നു. ശരിക്കും നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് വർക്കൊക്കെയല്ലേ ചെയ്യാറുള്ളത്? പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ വർക്കിനൊന്നും പോകാതിരുന്നത്? നിങ്ങളുടെ കമ്പനി വല്ലതും പൂട്ടിപ്പോയോ എന്നൊക്കെ ബിയോളും ജിയോന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഞാൻ ഒരിക്കലും എന്റെ കമ്പനി അങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. പിന്നെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന സത്യമൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ കമ്പനി തിരിച്ചു കൊണ്ടുവരുവാനായിട്ടും ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ ജിയോൺ പറയുമ്പോഴത്തേക്കും ജിയോൺ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാനും നിന്റെ ഒപ്പം തന്നെ ഉണ്ട് എന്നൊക്കെ ബിയോളും പറയുകയാണ്. പിറ്റേ ദിവസം സിഹോൺ കുട്ടികളെയൊക്കെ കൂട്ടുവാനായിട്ട് എത്തുന്ന സമയത്ത് ജോഹോന്റെ ഒരു കോളൊക്കെ ടീച്ചർക്കും വരികയാണ്. ഈ ഒരു സമയത്ത് ജോഹോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും അതുകൊണ്ട് തന്നെ കിൻഡർ ഗാർഡനിൽ കിടക്കുവാനായിട്ട് സാധിക്കുമോ എന്നുമൊക്കെ ആയിരുന്നു. അതെല്ലാം തന്നെ സിഹോണും കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുവാൻ മാത്രം എന്ത് തെറ്റായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുകയെന്നും അവൻ ഇപ്പോൾ എവിടെയായിരിക്കും കിടന്നുറങ്ങുക എന്നും എല്ലാം തന്നെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അവളും. അങ്ങനെ ഇരിക്കെ അവളും കിൻഡർ ഗാർഡനിലൊക്കെ പോയി എത്തി നോക്കുന്ന സമയത്ത് അവിടെ വെച്ച് ജംഹൂണിനെയും കാണുകയാണ്. പക്ഷേ ജംഹൂണിനെ അന്വേഷിച്ചാണ് വന്നതെന്നൊന്നും തന്നെ പറയാതെ അവളും സിയോജോൺ വാട്ടർ ബോട്ടിലൊക്കെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അത് എടുക്കുവാനായിട്ട് വന്നതാണെന്നുള്ള ഒരു കള്ളമൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ജംഹൂണും അവിടെ ഉറങ്ങുവാനായിട്ട് വന്നതാണെന്നൊന്നും തന്നെ പറയാതെ ടീച്ചറിനെ കാണുവാനായിട്ടൊക്കെ എത്തിയതായിരുന്നു എന്ന മറ്റൊരു കള്ളം കൂടി പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നീ ഓക്കെ ആണോ എന്നൊക്കെ അവളും അവന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഞാൻ ഓക്കെയാണ്. പക്ഷെ അച്ഛൻ എനിക്കൊരു ദൗത്യമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുവാനായിട്ട് മടിച്ചായിരുന്നു ഞാൻ നിന്നത്. നേരത്തെ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് അത്. പക്ഷെ ചേട്ടന് പോലും അതെല്ലാം തന്നെ കൃത്യമായി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും ചേട്ടനെ പോലെ ആകുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്നൊക്കെ എനിക്കും തോന്നിക്കുകയാണ്. പക്ഷേ ചേട്ടന്റെ അത്രയും നന്നായി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും പറ്റുന്ന രീതിക്കൊക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാനും കരുതുന്നതെന്നൊക്കെ അവനും പറയുന്നു. പിന്നെ നീ ഉൺഹോടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. ജിയോൺ നന്നായി തന്നെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്കും ഈ ഒരു പ്രശ്നത്തെ എല്ലാം തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൊഹോൺ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ, അങ്ങനെ ഇരിക്കെ നിന്റെ അടുത്ത് ഞാൻ രണ്ട് രഹസ്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സിഹുൺ പറയുന്നത് ഞാനിപ്പോൾ ഉൺഹോനെ സ്നേഹിക്കുന്നില്ല. ആ ഒരു പ്രണയമെല്ലാം തന്നെ ഞാനും അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ വാട്ടർ ബോട്ടിൽ എടുക്കാനായിട്ട് വന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെ പോവുകയാണ്. ചൊഹുണും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇനി ഞാനെങ്ങാനും ഇവിടെയാണ് കിടന്നുറങ്ങുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവൾ എന്നെ കാണുവാനായിട്ട് വന്നതായിരിക്കും എന്നൊക്കെ അവനും ഓർക്കുന്നു.
വുവും ഇപ്പോൾ ജിയോനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ അറിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ജിയോൺ വുവിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കൽ കമ്പനിയുടെ മേലുള്ള വിശ്വാസ്യതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത് തന്നെയാണ്. മാത്രമല്ല, കമ്പനിയുടെ സിഒയ്ക്കായിരിക്കും അതിന്റെ എല്ലാ രീതിക്കുള്ള റെസ്പോൺസിബിലിറ്റിയും. സോ ഇപ്പോൾ നീ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നീയും ഇതിന്റെ ഉത്തരവാദിത്വം എല്ലാം തന്നെ ഏറ്റെടുത്തിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്നും പോകണമെന്ന രീതിക്കൊക്കെയാണ് വുവും സംസാരിക്കുന്നത്. അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിന്നെ സിഇഒ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്യുന്നതായിരിക്കുമെന്നും അതുപോലെ തന്നെ മറ്റൊരു കമ്പനി നിന്റെ കമ്പനിന്റെ മൊത്തത്തിലായിട്ടൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു കമ്പനി നിന്റെ എംപ്ലോയീസിനെ പോലും ഏറ്റെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ എംപ്ലോയീസിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാവുന്നതല്ല. ഈ ഒരു സമയത്ത് നിന്റെ പൊസിഷൻ നിലനിർത്തുവാൻ ശ്രമിക്കുന്നതിനേക്കാളും നിന്റെ കമ്പനിയുടെ എംപ്ലോയീസിനെ കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടതെന്നൊക്കെ വുവും പറയുന്നു. എന്തായാലും വു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോന്റെ കമ്പനീനെ ഏറ്റെടുക്കാനായിട്ട് പോകുന്ന കമ്പനി അത് ഹൈജിന്റെ കരിയർ വേ ആണെന്നുള്ള കാര്യം എല്ലാം തന്നെ ജിയോന് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. ഹൈജിനും ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് പീപ്പിൾസ് കമ്പനി നമ്മൾ സ്വന്തമാക്കുവാനായിട്ടൊക്കെ പോവുകയാണ്. അധികം വൈകാതെ തന്നെ ജിയോനെ അവർ ഡിസ്മിസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു സ്ഥാനത്തേക്കൊക്കെ ഞാനായിരിക്കും വരിക എന്നൊക്കെ ഹൈജിൻ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആ കമ്പനി നഷ്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇൻവെസ്റ്റിഗേഷൻ പോലും നടക്കുകയും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ അതിനൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്കായിരിക്കും കൂടുതൽ ദോഷമൊക്കെ ഉണ്ടാവുക എന്ന് പല എംപ്ലോയീസും പറയുന്നുണ്ടെങ്കിൽ പോലും ഷെയർ ഹോൾഡേഴ്സ് ഒന്നും തന്നെ ഇതിന് എന്റെ കൂടെ നിന്നില്ല എങ്കിൽ ഞാൻ എന്റെ സ്വന്തം പണം കൊണ്ട് തന്നെ ആ ഒരു കമ്പനിയൊക്കെ മേടിക്കുന്നതായിരിക്കും. മാത്രമല്ല, എന്നേക്കുമായിട്ട് പീപ്പിൾസ് കമ്പനീനെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യമെന്നൊക്കെ അവളും പറയുന്നു. ജിയോണും ഇപ്പോൾ ഉൺഹോനെ കോളൊക്കെ ചെയ്തിട്ട് നമുക്ക് കടൽ കാണുവാനായിട്ട് പോയാലോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കടലൊക്കെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ കണ്ടുമുട്ടിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നമ്മുടെ കമ്പനി ഒരുപാട് വളർന്നു. നമ്മളും അതിനെ പ്രൊട്ടക്ട് ചെയ്തു. എന്തൊക്കെ വന്നാലും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് ബുക്ക് സ്റ്റോറിൽ എംപ്ലോയീസിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കുമാണ് എല്ലാവരും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന സത്യമൊക്കെ ഞാനും മനസ്സിലാക്കിയത്. നീ എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജിയോണും അവന് നന്ദി പറയുന്നു. ബിയോൾ ഇപ്പോൾ മിയയുടെ ഹസ്ബൻഡിന്റെ ഒപ്പമൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ നീ എന്തുകൊണ്ടാണ് കടൽ കാണുവാനായിട്ട് പോകാതിരുന്നതെന്നൊക്കെ ബിയോളിന്റെ അടുത്ത് അവർ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനും ജിയോണൊരു പ്രസന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകാതൊക്കെ ഇരുന്നത്. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായി നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ബിയോളും പറയുന്നു. ഓൺഹോയും പോക്കറ്റിൽ നിന്ന് എന്തോന്ന് എടുക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ജിയോണും അതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൺഹോ ഒന്നും ഇല്ല എന്ന രീതിക്കൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എടുത്തോ എന്നൊക്കെ ജിയോണും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവനും പോക്കറ്റിൽ നിന്നും ഒരു മിഠായിക്ക് അവൾക്ക് നൽകുന്നു. പക്ഷെ അവൾ നോക്കാതെയൊക്കെ ഇരുന്ന സമയത്ത് അവനും കയ്യിലുണ്ടായിരുന്ന അവൾക്ക് വേണ്ടി മേടിച്ച ഗിഫ്റ്റ് ഒക്കെ അവളെയും കാണിക്കുകയാണ്. അതൊരു മാലയൊക്കെയാണ്. ബ്യോളായിരുന്നു അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഉണഹോയും അതൊക്കെ അവളുടെ കഴുത്തിലും ഇട്ടുകൊടുക്കുന്നു. ഇത്രയും കാലം ഞാൻ എന്നെ പോലും വെറുതെട്ടൊക്കെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഞാൻ എന്നെ പോലും സ്നേഹിക്കുവാനായിട്ട് തുടങ്ങിയതെന്നൊക്കെ ജോൺ പറഞ്ഞതിന് ശേഷം അവന്റെ അടുത്ത് നന്ദിയൊക്കെ പറയുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും നിന്റെ കൈയൊന്നും വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അവളുടെ കൈയൊക്കെ പിടിച്ച് അവളെയും കിസ് ചെയ്യുന്നു. അങ്ങനെ കടലൊക്കെ കണ്ടുവന്ന ആ ഒരു ദിവസം അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെയായിരുന്നു മടങ്ങിയൊക്കെ പോയിട്ടുണ്ടായിരുന്നതും. വീട്ടിലെത്തിയ അവളും എല്ലാവരുടെയും അടുത്ത് നാളെ ഓഫീസിലേക്കൊക്കെ വരുവാനായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ച് വർക്കൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടൊക്കെ തിരിച്ച് ഓഫീസിലേക്കും എത്തുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇനി മുതൽ ഞാൻ ആയിരിക്കുകയില്ല ഈ ഒരു കമ്പനിയുടെ സിഇഒ എന്ന കാര്യമൊക്കെ തന്നെ അവളും അവരുടെ അടുത്തായിട്ട് പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.